ഒന്നും ചെയ്യരുത്. അവരെ വെറുതെ വിട്ടേക്കൂ. ഞാൻ കൊതിച്ച എന്റെ സ്വർണ്ണ ശില്പമേ, അവളുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്. ഞാൻ പറഞ്ഞത് സമ്മതിച്ചിരുന്നെങ്കിൽ 100 വർഷം നിനക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ നീ ഇപ്പൊ ഇവിടെ ഒരു നിമിഷത്തിനാവും മരിക്കും. എന്താടാ ഭീംറാവ്, അവനെ കൊല്ലാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? ആ കത്തി താഴെയിട്. താഴെ ഇട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും, മനസ്സിലായോ? എന്താടി ചെയ്യുന്നേ? കൊണ്ട് കളിക്കുകയാണോ നീ? നീ കാഞ്ചി വലിച്ചാ ഞാൻ ചാകും. നീ എന്റെ ഭാര്യയാണോ അവന്റെ ഭാര്യയാണോ? മല്ലേഷ് പോ. ഇനി ഇവിടെ നടക്കാൻ പോണ കഥ ഞാൻ നോയിക്കോളാം. നീ പോയിക്കോ. ഡാ, അവനെ പോവാൻ അനുവദിക്ക്. എടി ദ്രോഹി, കെട്ടിയ ഭർത്താവിനെ മാനിക്കാതെ എന്റെ കാൽ നക്കുന്ന നായ്ക്കൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നോ? വൃത്തികെട്ടവള്. മിണ്ടാതിരിക്കടാ. ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. കൈ കിട്ടുന്നതൊക്കെ കൊണ്ടുപോയാലേ അതിന്റെ പേര് മോഷണം എന്നാണ്. അവളായിട്ട് നിന്നെ അന്വേഷിച്ചു വന്നാൽ യജമാനൻ എന്ന് പറയും. എന്റെ ഭർത്താവ് ഒരു യജമാനനാ. മല്ലേഷിനെ ഈ കൊട്ടാരത്തിൽ വെച്ച് കൊന്നാൽ നീ ഒരു ദ്രോഹിയാവും. എന്നാൽ പുറത്തു വെച്ച് കൊന്നാൽ വേട്ടയാടി കൊന്നു പറയും. അന്ന് നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ മാൻ വന്ന് കിടന്നാൽ സിംഹത്തിന് പിന്നെ എന്താ വിലയെന്ന്? സിംഹം വേട്ടയാടണം, മാൻ ഓടി ഒളിക്കണം. അങ്ങനെ വേണം നിന്നെ എതിർത്ത മല്ലേഷിന്റെ കഥ അവസാനിക്കേണ്ടത്. നീ ആഗ്രഹിച്ച രുദ്രാംഗി നിനക്ക് സ്വന്തമാകണം. മഹാറാണിമാരിങ്ങനെയാ വേണ്ടത്. നിന്നെ പോലൊരു മഹാറാണിയെ കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനാണ്. എന്താ കണക്കപ്പിള്ളേ, നന്നായി കേട്ടില്ലേ? യജമാന് പറ്റിയ യജമാനി അമ്മ. ജോഡി പൊരുത്തം ഇങ്ങനെ ആയിരിക്കണം. കേട്ടോണ്ടിരിക്ക. കേട്ടതുകൊണ്ടാ എന്റെ ദേഹമൊക്കെ ഇങ്ങനെ പുളകം കൊണ്ടിരിക്കുന്നേ. നീ വേട്ടയാടണം. ചിലർ മുന്നിൽ നിന്ന് വേട്ടയാടും, ചിലർ മുതുകിന് പിന്നിൽ നിന്ന് വേട്ടയാടും. ഞാൻ ഇര നൽകി വേട്ടയാടും. ഭീമരാവ് ദേശ്മുഖാണ് ഞാൻ. നവവധുവിന് കൊട്ടാരത്തിലേക്ക് ഇറങ്ങാം. പുറത്തേക്ക് വാ. ഇതാണ് നമ്മുടെ കൊട്ടാരം. എന്ത് പറ്റിയടി? നിന്റെ ഭാര്യ എന്ന് പറഞ്ഞൊരുത്തിയില്ലേ, എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് അവളെ വരാൻ പറയൂ. എനിക്ക് ആർത്തി എടുക്കാൻ പറ. എന്നാലേ ഞാൻ ഈ വീട്ടിൽ. അങ്ങനെ വരട്ടടി. മഹാറാണി ആയാൽ ഇങ്ങനെ വേണം. യഥാർത്ഥ മഹാറാണി നീയാടി. അവള് വരും. ഏയ് മീരാബായ്, എന്റെ ആദ്യ ഭാര്യയെ, നിനക്കൊരു അനിയത്തി വന്നിരിക്കുന്നു. സ്വന്തം അനിയത്തി അല്ല, എന്റെ ജീവിതം പങ്കുവെക്കാൻ വന്നവളാ. ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വാ നിന്റെ അനിയത്തിയെ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? തെറ്റോ? എന്ത് തെറ്റാടി? തെറ്റേത് ശരിയേതെന്ന് എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ മുതുമുത്തശ്ശന് 12 ഭാര്യമാർ, മുത്തശ്ശന് 8 ഭാര്യമാരുണ്ടായിരുന്നു. എന്തിനാ അധികം പറയണ്ടേ? നിന്റെ അച്ഛനില്ലായിരുന്നു 5 ഭാര്യമാർ. പക്ഷെ എനിക്ക് 2 ഉള്ളൂ. അത്രയെങ്കിലും ഞാൻ ചെയ്തുകൂടെ? ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല. എന്നെ സമ്മതിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ രുദ്രങ്കിലെ ജനങ്ങൾ എങ്ങനെ സമ്മതിപ്പിക്കും? പുറത്തേക്ക് വന്ന് ജനങ്ങളോട് പറ, നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല, നീ ഒരു മച്ചിയാണെന്ന്. ഞാനിപ്പോ 3 മാസം ഗർഭിണിയാ. നിനക്ക് 3 മാസമാണോ 30 മാസമാണോ എന്ന് ആരും ഇവിടെ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. വെളിയിൽ വന്ന് ജനങ്ങളോട് പറ സമ്മതമാണെന്ന്. അല്ലാതെ എനിക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭീമറാവിനെ എന്നെ കൊണ്ട് പുറത്തേക്ക് എടുപ്പിക്കരുത്. മനസ്സിലായോ? രുദ്രങ്കിലെ ജനങ്ങൾക്ക് നമസ്കാരം. രാജാവിന് തലമുറയില്ലെങ്കിൽ
രുദ്രങ്കിയിലെ തലമുറയും ഇല്ലാതാകും. മറ്റൊരു രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ സമ്മതത്തോടെ മറ്റൊരു വിവാഹവും നടന്നിരിക്കുന്നു. ഇതിൽ രാജാവിന്റെ യാതൊരു തെറ്റുമില്ല. ഏയ് ജ്വാലാബായ്, എന്റെ ആദ്യ ഭാര്യ നിനക്ക് ആരതി ഒഴിയാൻ വന്നിരിക്കുന്നു. പുറത്തേക്ക് വാ. ഇനി എന്താ വേണ്ടേ? ഞാൻ എന്റെ കാല് താഴെ വെച്ചാൽ ഈ ചെരുപ്പിൽ മണ്ണാവും. ഏയ് തമ്പുരാനെ, അപ്പൊ ഈ കാലിനോ? കേട്ടില്ലേ? പേര് പറയണമെന്ന് നിനക്കറിയില്ലേ? ഡോ ഭർത്താവേ, ഞാൻ നിനക്ക് ആരാണ്? എന്റെ ധർമ്മപത്നി. കല്യാണത്തിന് മുമ്പ് നീ എന്താ പറഞ്ഞത്? എനിക്ക് നീ ദേവതയാണെന്ന്. അടിമകളൊക്കെ ഇത് കേട്ടല്ലോ. നിങ്ങളുടെ യജമാന്റെ ദേവതയാ ഞാൻ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഞാൻ ആരാ? ജ്വാലാബായ് ദേശ്മുഖ്. കേട്ടായിരുന്നല്ലോ എന്റെ പേര്. ഈ കൊട്ടാരത്തിൽ ഒരാണുണ്ട്. ഞാൻ അവനെ കണ്ടു. അവന്റെ പേര് മല്ലേഷാണെന്ന്. എവിടെയാടാ അവനിപ്പോ? എടോ കണക്ക് പിള്ള, എന്ത് പെണ്ണാടോ ഇവള്? യജമാനെ, ഒരു പെണ്ണായാൽ അടക്കം ഒതുക്കും പേടിയൊക്കെ വേണം. ഇവളൊരു പെണ്ണാണോ? എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ യജമാനെ, വഴി കിടന്ന പ്രശ്നം തലേ കയറ്റി വെച്ച പോലെ ഉണ്ട്. എന്താടാ പറഞ്ഞ നീ? യജമാനെ ക്ഷമിക്കണേ, ക്ഷമിക്കണേ, അറിയാതെ പറഞ്ഞു. എന്താടാ ഇവിടെ ആർക്കും ചെവി കേട്ടൂടെ? ആണാന്ന് പറയാൻ ഇതിന്റെ അകത്ത് ഒരുത്തം പോലും ഇല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്. ഒരു ആൺ പോലും ഇല്ലല്ലേ? ഇന്ന് നിന്റെ കഥ കഴിഞ്ഞു. എന്റെ യജമാനെ കുറിച്ച് അറിയാതാണോ സംസാരിക്കുന്നത്? യജമാനെ ധൃതി കാണിക്കല്ലേ, ഒന്ന് ശാന്തനാകൂ. എടോ കണക്കപ്പിള്ളേ, കാട്ടില് പോയി മാനെ വേട്ടയാടാം വാ. ഇനി എന്ത് പറയാനാ? ഭാര്യയുടെ അടുത്ത് ഇതൊന്നും ചെലവാത്തത് കൊണ്ട് കാട്ടില് വേട്ടയാടാൻ പോവാ. ആരാടാ നിങ്ങളൊക്കെ? അയ്യോ എന്റെ മോൻ, ഈ വെള്ളം കുടിച്ചോടനെ മരിച്ചു പോയല്ലോ. ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തു പോവില്ലേ ചേച്ചി? അത് കുടിച്ച് ചത്തുപോകും മോളെ. നമ്മുടെ ആളുകളാരും ഈ വെള്ളം കുടിക്കരുത്. ആ രാജാവ് ഈ വെള്ളത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. മല്ലേശ, ആ രാജാവ് നമ്മളെ ചതിച്ചു. നല്ലൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു.